ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്നത് നന്ദികേടിന്റെയും വെല്ലുവിളിയുടെയും സ്വരമാണ്. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അയൽരാജ്യമെന്ന നിലയിൽ ഇന്ത്യ നൽകിയ സഹായങ്ങളെയെല്ലാം മറന്ന് ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യക്കെതിരായ അവരുടെ പരസ്യമായിട്ടുള്ള നിലപാടാണ്. സുഹൃത്തുക്കളായാൽ മതി, യജമാനന്മാരാവേണ്ട എന്ന മുദ്രാവാക്യമാണ് അവർ ഇന്ത്യക്കെതിരെ ഉയർത്തുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നും ഇനി അത് അനുവദിക്കില്ല എന്നും പരോക്ഷമായി പറയുകയാണ് BNPയുടെ താരിഖ് റഹ്മാൻ. അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും കുറ്റപ്പെടുത്തൽ മുഴുവൻ ഇന്ത്യയുടെ BSFന് നേരെയാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് നേരെയാണ്. അതിർത്തിയിൽ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും തടയാൻ ഇന്ത്യ എടുക്കുന്ന നടപടികളെ അതിർത്തി കൊലപാതകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് ഇതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നൊക്കെയാണ് BNPയുടെ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി. ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാടാണ് ഈ BNP എന്ന് പറയുന്ന പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ടീസ്റ്റ നദീജല തർക്കമാണ് മറ്റൊരു പ്രധാന ആയുധം. ഇന്ത്യയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയത്തിൽ ചൈനയുടെ സഹായം തേടുമെന്ന സൂചനയാണ് BNP നൽകുന്നത്. ഇന്ത്യ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ അത് നടപ്പിലാക്കുമെന്ന ഒരു ടീസ്റ്റ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായേക്കുന്ന ഒരു നീക്കമായി കരുതപ്പെടുന്നു. മുമ്പ് അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരണകാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നുവെങ്കിൽ അതിനെ ഇവർ വിദേശ ശക്തികൾക്ക് വഴങ്ങുന്ന സർക്കാർ എന്നാണ് BNP ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഹസീനയുടെ സർക്കാരിനെ അങ്ങനെയാണ് BNP വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സാർക്ക് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്നും ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ASEAN അംഗത്വം തേടുമെന്നും ഇവർ പറയുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയെ മേഖലയിൽ ഒറ്റപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് ഈ പ്രകടന പത്രികയിലൂടെ പുറത്തുവരുന്നത്. അധികാരത്തിലെത്തിയാൽ ഇന്ത്യയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന BNPയുടെ പ്രഖ്യാപനം ന്യൂഡൽഹി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയും പാകിസ്ഥാനെയും കൂട്ടുപിടിച്ച ഇന്ത്യക്കെതിരെ ഒരു അച്ചുതണ്ട് രൂപീകരിക്കാനുള്ള നീക്കമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.